ജെയ്സൺ പരാതിക്കാരൻ നമുക്കൊപ്പമുണ്ട്. ഒപ്പം ചിത്രയും പരാതിക്കാരിയുണ്ട്. അങ്ങനെ നിരവധി പേർ പരാതിയുമായി രംഗത്ത് വരികയാണ്. ശ്രീ ജെയ്സൺ, എത്ര പേരിൽ നിന്ന് പണം തട്ടിച്ചാണ് ഇയാൾ മുങ്ങിയത് എന്ന കാര്യത്തിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു വ്യക്തത ഉണ്ടായിട്ടുണ്ടോ? പരാതികൾ കൂടിക്കൂടി വരികയാണോ? ഹലോ, കേൾക്കാം. ഈ പരാതികളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. എത്ര രൂപ നഷ്ടമായിട്ടുണ്ട്, തട്ടിയെടുത്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു ഉദ്ദേശ കണക്കെത്തിയിട്ടുണ്ട്. ഇപ്പോൾ 100 കോടിയിലധികം എന്നതാണ് ആദ്യം വന്ന വിവരം. അതെ, ഞങ്ങൾക്ക് 134 പേര് ഇന്നലെ ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് തന്നെ ഏതാണ്ട് 50 കോടിയോളം രൂപയാണ് അതിനകത്ത് കാണിക്കുന്നത്. വീണ്ടും ഏതാണ്ട് ഇന്നലെ രാത്രിയോടുകൂടി നമുക്ക് മൊത്തം ആൾക്കാർ വന്നിരിക്കുന്നത് 265 പേരാണ്. ഈ 265 പേരുടെ കണക്കെടുക്കുമ്പോൾ അത് 100 കോടിക്ക് മുകളിലായി. ഇവരുടെ ഒരു ഏകദേശ കണക്ക് പ്രകാരം 1000-ന് മുകളിൽ ആൾക്കാരുണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം. ഇതിൽ കൂടുതലും മലയാളികൾ തന്നെയാണോ? അതെ, കൂടുതലും മലയാളികളാണ്. കന്നഡികരും അതുപോലെ തന്നെ കച്ചവടക്കാരായിട്ടുള്ള കന്നഡികരും അതുപോലെ തമിഴ് ആൾക്കാരും ഒക്കെ ഇതിനകത്ത് പെട്ടിട്ടുണ്ട്. അല്ല, ഇത് എന്ന് മുതലാണ് ഇത് ഒരു മുങ്ങിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായത്? കോണ്ടാക്ട് ചെയ്യാതെ ഇത് ആക്ച്വലി ജൂൺ 30 വരെ എല്ലാ ട്രാൻസാക്ഷനുകളും വളരെ കറക്റ്റ് ആയിരുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ചയോടുകൂടിയാണ് ഇവരുടെ മൊബൈൽ സ്വിച്ച് ഓഫ് ആകുന്നത്, രണ്ടുപേരുടെ. അപ്പൊ ഇവര് ആക്ച്വലി പറഞ്ഞിരിക്കുന്ന നാട്ടിലേക്ക് പോവാണ്, നാട്ടിൽ സുഖമില്ല, അതുകൊണ്ട് അമ്മയ്ക്ക് സുഖമില്ല, അവിടെ നാട്ടിലേക്ക് പോവാണെന്നുള്ള കണക്ക് കൂട്ടലുകൊണ്ട് ഞങ്ങൾ ഒരു ദിവസം വെയിറ്റ് ചെയ്തു. പിറ്റേ ദിവസം മുതലും എല്ലാവരുടെയും മൊബൈൽ സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഇത് നമ്മൾ ട്രാപ്പിൽ പെടുകയാണ് എന്നുള്ള കാര്യം മനസ്സിലായത്. ശ്രീ ജെയ്സൺ, എല്ലാവരുടെയും വെച്ചാൽ ഇപ്പൊ ആരൊക്കെയാണ് ഇത് നേതൃത്വം നൽകുന്ന? ആരൊക്കെയാണ് ഈ സ്ഥാപനത്തിന്? ഇത് സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് വൈഫ്, അതായത് ടോമി അതുപോലെ ഷൈനി, ഇവർ രണ്ടുപേരാണ് ഇവർ രണ്ടുപേരും കൂടിയാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവരുടെ മക്കളും 3 പേരാണ്. ഒരാള് കാനഡയിലുണ്ട്, മൂത്തയാള്. രണ്ടാമത്തെ ആള് ഒരു ലീഡിങ് അഡ്വക്കേറ്റ് ആണ്, പിന്നെ ബാംഗ്ലൂർ തന്നെ ജോലി ചെയ്യുന്നു. മൂന്നാമത്തെ ആള് ഗോവയിലാണ്, മകൻ. അപ്പൊ ഇവർ എല്ലാവരുടെയും മൊബൈൽ സ്വിച്ച് ഓഫ് ആയപ്പോഴാണ് ഞങ്ങൾക്കൊരു സംശയം വന്നത്. പോലീസ് എന്തെങ്കിലും വിവരങ്ങൾ നൽകിയോ? ഇപ്പോ പോലീസ് ഇത് ഞങ്ങള് സ്റ്റേഷൻ അതിർത്തിയിലാണ് ഞങ്ങൾ പോയിരുന്നത്. ആദ്യം രാമൂർത്തി പോലീസ് സ്റ്റേഷനിലാണ് ഞങ്ങൾ ഇപ്പോഴും ഉള്ളത്. അപ്പോ 5 കോടിക്ക് മുകളിൽ വന്നു കഴിഞ്ഞപ്പോ ഈ പോലീസ് സ്റ്റേഷന്റെ കൺട്രോൾ വിട്ടു. അത് DCP ലെവലിലാണ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ CID ലെവലിലായിരിക്കും ഇതിന്റെ കേസ് മൂവ്മെന്റ് നടക്കുക എന്നുള്ളതാണ് നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ഞങ്ങള് വളരെ ശ്രമകരമായിട്ട് എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും അതുപോലെ തന്നെ ഇവരുടെ മാക്സിമം നമ്പേഴ്സും ഇവര് റിലേറ്റഡ് ആയിട്ടുള്ള നമ്പേഴ്സ് എല്ലാം തന്നെ ഞങ്ങൾ കളക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവരുടെ പാസ്പോർട്ടിന്റെ കോപ്പി ഏതാണ്ട് കിട്ടിയിട്ടുണ്ട്. അത് ഞങ്ങൾ അവരുടെ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് മുതൽ അതിൻ്റെതായ അന്വേഷണങ്ങൾ നടക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ പണത്തിന്റെ കാര്യത്തിൽ മാത്രം ഒരു ക്ലാരിറ്റി ഇല്ല. ഞങ്ങളൊരു പ്രൈവറ്റ് ചിട്ടിയിൽ, ഒന്നും അറിയത്തില്ലാത്ത ഒരു പ്രൈവറ്റ് ചിട്ടിയിൽ ഞങ്ങൾ ഒരിക്കലും ചേരത്തില്ല. ഇത് ഒരു കമ്പനി, അതായത് രജിസ്ട്രേഷൻ ഉള്ള കമ്പനി ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ചേർന്നത്. ശരി, എന്തായാലും പോലീസിന്റെ അന്വേഷണം തുടങ്ങാൻ പോവുകയാണ്. വിശദമായ അന്വേഷണത്തിലൂടെ ഇവരെ വേഗത്തിൽ കണ്ടെത്താനാകുമെന്ന് പ്രതീക്ഷിക്കാം.